അപ്പോൾ ഇന്ന് എന്തായി 10th ആയി. ഇനി നമുക്ക് എത്ര ദിവസങ്ങളുണ്ട്? 11, 12 അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, വെയിറ്റേജ് നല്ലപോലെയുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ നമ്മളുടെ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ യൂട്യൂബിലെടുത്ത ക്ലാസ്സസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ബയോളജി എക്സാം മാത്രമല്ല, നമ്മളുടെ പബ്ലിക് എക്സാം ഒക്കെ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങളുണ്ടല്ലേ. അപ്പോൾ ഈ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ബയോളജി എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിക്കാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാനാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എക്സാം എപ്പോഴാണ്, നമുക്കൊരു കറക്റ്റ് കാര്യം അറിയണം അല്ലേ. നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് 24th ഓക്കെ. അപ്പോൾ നമ്മളുടെ 24th എന്തുള്ളത്, നമുക്ക് ബയോളജി എക്സാം ഉള്ളത്. ഇനി നമുക്ക് 15th കെമിസ്ട്രി എക്സാം ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു 2 ദിവസം മുന്നെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങണം. അതായത് ഒരു 13th 14th നമ്മൾ കെമിസ്ട്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ളതിൽ, അപ്പോൾ ഇന്ന് എന്തായി 10th ആയി. ഇനി നമുക്ക് എത്ര ദിവസങ്ങളുണ്ട്? 11, 12 അല്ലേ. ഈ 2 ദിവസങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ബയോളജി എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ളൊരു സമയം നമ്മളുടെ മുന്നിലുണ്ട്. ആൻഡ് 13th മുതൽ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയാലും കുഴപ്പമില്ല. ഇനി മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് ബയോളജി നല്ല ഈസിയാണ്, ബയോളജി ഓൾമോസ്റ്റ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രിയാണ് ഒന്നും അറിയാത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 12th മുതൽ തന്നെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങാം. ഓക്കെ. അത് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജി കൂടുതൽ അറിയുന്നത്, കെമിസ്ട്രി കൂടുതൽ അറിയുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് അല്ലേ, ഓൾമോസ്റ്റ് 20th നമ്മളുടെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും കഴിയും. നമ്മൾ 17th നമ്മളുടെ ഇതൊരു എക്സാം മാത്സ് ഉണ്ടായിരുന്നു. 17th മാത്സ്, പിന്നെ 20th നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അല്ല സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ നമ്മളുടെ ബയോളജി എക്സാം വരെ നമുക്ക് വേറെതൊന്നുമില്ല അല്ലേ. അപ്പോൾ 20, 21, 22, 23, 24th നമ്മളുടെ ബയോളജി എക്സാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, നമ്മൾ വളരെ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, ബയോളജി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളുടെ മുന്നിൽ 2 ദിവസങ്ങളുണ്ട്. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ വെയിറ്റേജിൻ്റെ ഒരു വീഡിയോ മെസ്സിട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, വെയിറ്റേജ് നല്ലപോലെയുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ നമ്മളുടെ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ യൂട്യൂബിലെടുത്ത ക്ലാസ്സസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാകും. ആ ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കുക. ഓക്കെ. ആൻഡ് അങ്ങനെ എന്ത് ചെയ്യുക, പതിയെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ഈ ദിവസങ്ങൾ മുതൽ എന്ത് ചെയ്യുക, നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മളുടെ ചാപ്റ്റേഴ്സ് പഠിക്കണം. അത് ഫുള്ള് ഇനി പഠിക്കാനില്ല, നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ സമയങ്ങളിലൊക്കെ നമ്മളുടെ ചാനലിൽ വീഡിയോ ലൈവൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ കുറേ ടോപ്പിക്സ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ആ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ആ ഭാഗങ്ങൾ, ആ വീഡിയോസൊക്കെ കാണാൻ നന്നായിട്ട് പഠിക്കുക, ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് 24th എന്ത് ചെയ്യുക, നമുക്ക് ഇത്രയും ദിവസങ്ങളുണ്ടല്ലേ നമ്മളുടെ മുന്നിൽ, നമുക്ക് സമയമുണ്ട്. അപ്പോൾ സമയമുണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഉഴപ്പിക്കളയരുത്. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നല്ല മാർക്സ് തന്നെ, ഫുൾ മാർക്സ് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. ഓക്കെ. സോ കോൺഫിഡൻസോടും ഇരിക്കുക, പോസിറ്റീവായിരിക്കുക, ഹാപ്പി ആയിരിക്കുക.